സദ്ഗുരേ ശരണം. ഞാനൊരു കാര്യം പറയട്ടെ. നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിക്കാൻ പഠിക്കണം എന്നുള്ള ഒരു ആഗ്രഹം കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ മാറി മാറി അത് പഠിക്കുക, ഇത് പഠിക്കുക, എന്ത് പഠിക്കണം എന്നറിയാതെ ടെൻഷൻ അടിക്കുക, അത് എങ്ങനെ ഒന്ന് സംസാരിച്ചു കിട്ടും, പറ്റുമോ ഇങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങളാണ്. അപ്പോൾ അതെല്ലാം ഒന്ന് നിർത്തിയിട്ട് നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ അത് നല്ല തറവായിട്ട് പഠിക്കുക. ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ഒറ്റയടിക്ക് എല്ലാം കൂടെ പഠിക്കാൻ നിൽക്കാതെ നമ്മളിപ്പോൾ ഒരു കാര്യം പഠിക്കുകയാണെങ്കിൽ അത് നല്ലതായിട്ട് അങ്ങ് പ്രാക്ടീസ് ചെയ്യുക ഒരു ദിവസം. അങ്ങനെ ഓരോ ദിവസവും നിങ്ങൾ കുറച്ച് എടുത്തിട്ട് അത് നിങ്ങൾക്ക് നല്ല തറോ ആയോ എന്ന് നിങ്ങൾ ആദ്യം നോക്കണം. എന്നിട്ട് അത് പറഞ്ഞു പഠിക്കണം. അല്ലാതെ നമ്മൾ ആയിരക്കണക്കിന് സെന്റൻസുകളോ ആയിരക്കണക്കിന് കാര്യങ്ങളും ഉണ്ടല്ലോ, ഇതൊക്കെ ഇതെങ്ങനെയോ എന്ന് പറഞ്ഞ് കൂടുതൽ ടെൻഷൻ അടിച്ചിട്ട് യാതൊരു കാര്യവും നടക്കാൻ പോകുന്നില്ല. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഹാഡ് ബീനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾ ഇന്ന് ഹാഡ് ബീൻ നല്ല തറോ ആക്കുക. ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ ഇനി ഹാഡ് ബീനെ കുറിച്ച് ഇനി ഒരു ഡൗട്ട് ഉണ്ടാവാൻ പാടില്ല. മനസ്സിലായി? അല്ലാതെ ഇതിങ്ങനെ വെറുതെ കണ്ട് കളയുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് എപ്പോഴും ആ കൺഫ്യൂഷൻ മാറാത്തത്. മനസ്സിലായോ? അതുകൊണ്ട് ഉള്ളത് നേരെ പഠിച്ചെടുക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത സ്ട്രക്ചർ, അങ്ങനെ ഓരോ സ്ട്രക്ചറും നിങ്ങൾ ഓരോ ദിവസവും തറോ ആക്കി ഇടയ്ക്കിടയ്ക്ക് അത് റിവൈസ് ചെയ്ത് വീണ്ടും പറഞ്ഞു പഠിച്ച് അങ്ങനെയാണ് ഈ പ്രാക്ടീസിൽ നമ്മൾ ഇമ്പ്രൂവ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഹാഡ് ബീനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ സിമ്പിൾ ആയിട്ടാണ് ഞാൻ പറഞ്ഞു തരുന്നത്. ഡെയിലി ലൈഫിൽ നമ്മൾ സംസാരിക്കുമ്പോൾ എങ്ങനെ ഇത് ഉപയോഗിക്കുക എന്നുള്ളത് ക്ലിയർ ആക്കി തന്നു കഴിഞ്ഞാൽ പിന്നെ ഡൗട്ട് ഉണ്ടാവില്ല ഇതിൽ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു ഡെയിലി ലൈഫിൽ ഒരു കോൺവെർസേഷൻ, അപ്പോൾ ഇതെങ്ങനെയാണ് ഒരു സംഭാഷണത്തിൽ ഉപയോഗിക്കുക, ഇതും കൂടെ പഠിച്ചു കഴിയുമ്പോൾ കാര്യം ഓക്കെ ആവും. പിന്നെ അവസാനം ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു 2 സെന്റൻസ് ഞാൻ പറയും, അത് നിങ്ങൾ ഇംഗ്ലീഷിൽ ട്രാൻസ്ലേറ്റ്. വെൽക്കം ടു ഇംഗ്ലീഷ് ഗുരുസ് ബ്രാൻഡ് ന്യൂ എപ്പിസോഡ്. ഐ ആം ആശാലത ശ്രീജിത്ത്. ഞാൻ ഇന്നലെ ഇവിടെ ഉണ്ടായിരുന്നു എന്നെങ്ങനെ പറയും? ഐ വാസ് ഹിയർ യെസ്റ്റർഡേ. ഇനി അവരെവിടെ ഉണ്ടായിരുന്നു എന്നാണെങ്കിൽ they were here yesterday. അത് മാത്രമേ വ്യത്യാസമുള്ളൂ. അപ്പൊ വാസും വേറും നമ്മൾ സബ്ജക്റ്റ് അനുസരിച്ച് മാറ്റി ഉപയോഗിക്കുന്നു. അപ്പൊ ഐ വാസ് ഹിയർ യെസ്റ്റർഡേ, they were here yesterday. അത് ക്ലിയർ ആയല്ലോ. അപ്പൊ വാസും വേറും നന്നായിട്ട് ആദ്യമേ മനസ്സിലാക്കണം. ഇവിടെ ഉണ്ടായിരുന്നു, അതാണ് അർത്ഥം. അപ്പൊ അത് നോട്ട് ചെയ്യണം എവിടെയെങ്കിലും, ഉണ്ടായിരുന്നു. ഇനി നീ വരുന്നതിന് മുൻപ് ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു. നീ വരുന്നതിന് മുൻപ്